പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആ പകലിൽ വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുവാനും പാടി ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് നമുക്ക് അവസരം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന സമയങ്ങൾ എത്രയോ അനുഗ്രഹമാണ്, ശ്രേഷ്ഠമാണ്. ഇന്ന് പകലിൽ അല്പസമയം കൂടെ ദൈവവചനത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 12 to 17. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേൻ. നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേൻ. എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിച്ചിരിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിക്കുവേൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടി ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവന് മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പേ. മതി. താങ്ക് യു. Let me read a few verses from the beginning. Colossians chapter 3 verse 12 onwards. Therefore, as the elect of God, holy and beloved, put on tender mercies, kindness, humility, meekness, long-suffering, bearing with one another and forgiving one another. If anyone has a complaint against another, even as Christ forgave you, so you also must do. But above all these things put on love, which is the bond of perfection. Let the peace of God rule in your heart. സമയം ലാഭിക്കാനായിട്ട് എല്ലാം വായിക്കുന്നില്ല. ഈ വായിച്ച നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. 2 കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിച്ചല്ലോ. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ധരിച്ചുകൊള്ളുവി, പുട്ടോൺ. അത് തന്നെ നമ്മൾ 14-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. വേഴ്സ് 12 and 14 says put on, ധരിച്ചുകൊള്ളുവി. വേറൊരു വാക്യം നമ്മൾ വായിക്കുന്നു, റൂൾ, ലെറ്റ് ദ ലവ് ഓഫ് ഗോഡ് റൂൾ ഇൻ യു. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. വേഴ്സ് 15. അപ്പോൾ ഞാൻ 1-2 വാക്യങ്ങൾ ഇന്ന് രാവിലെ ഈ വാക്യം വായിച്ചപ്പോൾ 1-2 വാക്യങ്ങൾ, ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി. ധരിക്കുക, വാഴട്ടെ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമുക്കിന്ന് നിർത്താം. അപ്പൊ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദ ക്രിസ്ത്യൻ ഡ്രസ് കോഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ക്രിസ്തീയമായ ആ ധരിക്കേണ്ട വസ്ത്രം, ക്രിസ്ത്യൻ ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈബിളിൽ ആദ്യോടന്ത് നമുക്കത് കാണാൻ പറ്റും. ഡ്രസ് കോഡ്, ഡ്രസ്. അത് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു.
മോണിറ്റർ ട്രക്കുമാർക്കെല്ലാം ഒരു കാക്കി ഡ്രസ്സുള്ള ഒരു സ്ക്രബാണ് ഉപയോഗിക്കാനായിട്ട് തന്നിരുന്നത്. അതായത് തന്നിരുന്നതല്ല, നമ്മൾ വാങ്ങിക്കുന്നത്. അതായിരുന്നു അവിടുത്തെ നിയമം. ഇപ്പം ഈ മോണിറ്റർ ട്രക്കുമാരൊക്കെ ഓഫീസിൽ നിന്ന് വെളിയിലോട്ടൊക്കെ പോകുമ്പം ബെഡിൽ കിടക്കുന്ന പേഷ്യന്റ് വിചാരിക്കും ഇത് പേഷ്യൻ ടെക്കാണെന്ന് പറഞ്ഞ് അവരെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എന്തോ കാരണത്താൽ ഒരു വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ മാനേജർ ഒരു തീരുമാനം, ഹോസ്പിറ്റലിൽ ഒരു തീരുമാനം എടുത്തു. മോണിറ്റർ ടെക്കുമാർക്ക് ഇനി സ്ക്രബിന്റെ ആവശ്യമില്ല, അവർക്ക് അവരുടെ നോർമൽ ഡ്രസ്സ് ധരിക്കാം, അവർക്ക് പക്ഷേ ജീൻസ് ഒന്നും പാടില്ല, അങ്ങനെയുള്ളൊരു നിയമം കൊണ്ടുവന്നു. അപ്പം ഞാൻ എൻ്റെ സാധാരണ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് പിന്നെ ജോലിക്ക് പോകുന്നത്. അന്ന് തൊട്ട് ഒരു വലിയ വ്യത്യാസം എനിക്ക് കാണാനിടയായി. ഞാൻ ആ വഴി ഡ്രസ്സൊക്കെ ധരിച്ച് പോകുമ്പോൾ ചില നഴ്സുമാർ എന്നോട് വി തോട്ട് യു ആർ ഡോക്ടർ, ഞങ്ങൾ വിചാരിച്ചല്ലോ ഡോക്ടറാണ് വരുന്നതെന്ന്. ബ്രേക്ക് റൂമിൽ പോകുമ്പം ചില ആളുകൾ അവിടെ നിന്ന് പെട്ടെന്ന് കൈയൊക്കെ തൊഴുത് വിഷ് ചെയ്യാറുണ്ട്. കാര്യം അവർ വിചാരിച്ചത് ഞാൻ ഡോക്ടറാണെന്നാണ്. ഇപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് വന്നിരുന്ന ആളുകളെല്ലാം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, തോമസിനെ കണ്ട ഡോക്ടറിന്റെ കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം എനിക്ക് മനസ്സിലായി ആ ഡ്രസ് കോഡിന്റെ വ്യത്യാസത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഡ്രസ് കോഡിന് വലിയ വ്യത്യാസമുണ്ട്, വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരുടെയും ഡ്രസ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും ഇതാരാണ്, ഇവരുടെ പദവി എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവവചനം നമ്മൾ പഠിച്ചാലും നമുക്കതിൻ്റെ പ്രാധാന്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വസ്ത്രത്തിന്റെ പ്രാധാന്യം. ആദമും ഹവ്വയും തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വസ്ത്രം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവർക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവർക്ക് ദൈവ തേജസ്സിന്റെ വസ്ത്രമുണ്ടായിരുന്നു. പക്ഷേ ആ പാപത്തിന്റെ ഫലമായിട്ട് ആ ദൈവ തേജസ്സാകുന്ന വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവർ വസ്ത്രം തയ്ക്കാനൊക്കെ തുടങ്ങി. അവരാദ്യം തയ്ച്ച വസ്ത്രം എന്ന് പറയുന്നത് അത്യല കൊണ്ട് വസ്ത്രം തുന്നുമായിരുന്നു. പക്ഷേ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവര് ഷെയ്മാണെന്നും അവര് നഗ്നരാണെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ ദൈവം അവരെ അടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യാതെ ദൈവത്തിന്റെ കരുണയാൽ അവർക്ക് ദൈവം ഒരു തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആദമും ഹവ്വയും പാപം ചെയ്ത് അവരുടെ ആ ദൈവതേജസ്സാകുന്ന വസ്ത്രം നഷ്ടപ്പെട്ട് അവര് തന്നെ ആ അത്തിയില കൊണ്ട് വസ്ത്രമൊക്കെ തുന്നാൻ തുടങ്ങിയെങ്കിലും ആദാമിന്റെ പിൻതലമുറകളെ കുറിച്ച് ഒടുവിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത് ആദാമ്യ സന്തതികൾ പിന്നീട് വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ആ പറുദീസയിൽ ദൈവത്തോടുകൂടെ നടക്കുന്നതും വസിക്കുന്നതുമായ വിഷയങ്ങളെ കുറിച്ചാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബ് തന്റെ മകനായ ജോസഫിന് പല നിറത്തിലുള്ള ഫാൻസി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കാരണം അദ്ദേഹം യാക്കോബിന്റെ ഇളയ മകനായിരുന്നു ജോസഫ്. മാത്രമല്ല തനിക്ക് ഏറ്റവും സ്നേഹമുള്ള റബേക്ക എന്ന ഭാര്യയിൽ നിന്ന് ജനിച്ചതാണ് ജോസഫ്. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ സഹോദരന്മാർ ആ വസ്ത്രത്തെ കറപറ്റിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തുടർന്ന് നമ്മൾ ഈ ജോസഫിനെ കുറിച്ച് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 41 അധ്യായത്തിന്റെ 42 വാക്യത്തിൽ കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫിനെ ഫറവോൻ നേർമ്മയുള്ള വസ്ത്രം ധരിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വസ്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ വലിയൊരു വിഷയമാണ്. ശമൂവേലിനെ കുറിച്ച് നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു കാര്യം ഞാൻ വായിക്കാനിടയായി തീർന്നു. 1 ശമൂവേൽ 2 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, ശമൂവേലിന്റെ അമ്മ എല്ലാ വർഷവും
ദേവാലയത്തിൽ ശമൂവേലിനെ കാണാൻ വരുമ്പോൾ ഒരു പഞ്ഞിനൂൽ കൊണ്ടുള്ള പുതിയ അങ്കി അവന് തയ്പ്പിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിന്റെ കാരണം കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ആ ഡ്രസ്സ് പോരാ, ഈ വർഷത്തേക്ക് കാര്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർച്ചയുണ്ടായതുകൊണ്ട് അവർക്ക് വസ്ത്രം മാറേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ വർഷവും പുതിയ വസ്ത്രം അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ പടയാളികൾ യേശുവിനെ രക്താംബരം ധരിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. അതിനുശേഷം അവരവന്റെ ആ വസ്ത്രമെല്ലാം നീക്കിയ ശേഷം അവര് യേശുവിനെ നിന്ദിതനാക്കി ക്രൂശിൽ തറച്ചു. താഴെ അവര് യേശുവിന്റെ സ്വന്തം വസ്ത്രത്തിനു വേണ്ടി ചീട്ടിടുകയും അത് വിഭാഗിക്കുകയും ഞങ്ങൾക്ക് വേണം ഈ അങ്കി, ഞങ്ങൾക്ക് വേണം ഈ അങ്കി എന്ന് പറഞ്ഞ അവർ അങ്കി, യേശുവിന്റെ അങ്കിയെ അവർ തുണികളെ അവർ ഭാഗിച്ചെടുത്തു. എന്നാൽ യേശുവിന്റെ അങ്കി അത് കീറണ്ട, അത് ആർക്ക് കിട്ടും എന്നുള്ളത് ചീട്ടിടാനായിട്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിന്ദയും അപമാനവും ലജ്ജയും സഹിച്ചതിന്റെ ഫലമായി നമുക്ക് നീതിയുടെ വസ്ത്രവും രക്ഷാവസ്ത്രവും നീതിയുടെ അങ്കിയും ധരിക്കുവാനിടയായി തീർന്നു. യെശയ്യാ പ്രവാചകൻ സന്തോഷിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ 61:10 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ യഹോവയിൽ സന്തോഷിച്ചുല്ലസിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു, കാരണം അവൻ എന്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ നാം ദൈവത്തിൽ കാണുന്നത് ആ വസ്ത്രത്തെ കുറിച്ച് കാണുമ്പോൾ വളരെ ഇടങ്ങളിൽ നമുക്കതിന്റെ ശ്രേഷ്ഠതകൾ കാണാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ ആ ഭാഗങ്ങളെ കുറിച്ച് അങ്ങനെ വിവരിച്ച് പോകുവാനല്ല, ഇപ്പോൾ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുവാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ധരിക്കുവാനായിട്ട് ചില വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നാം അത് ധരിക്കുന്നവരായിരിക്കണം. നാം അത് ധരിക്കണമെന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, 2 മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ ഇളയ മകൻ അപ്പനോട് തനിക്കുള്ള അവകാശം ഷെയർ തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് വാസ്തവത്തിൽ അപ്പനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. എങ്കിലും അപ്പൻ നല്ലവനായതുകൊണ്ട് അവനുള്ളതും അവന്റെ ജ്യേഷ്ഠനുള്ളതുമായ ഷെയറുകൾ അങ്ങ് കൊടുത്തു. അതുമായിട്ട് അവൻ പോയി കൂട്ടുകാരുമായിട്ടെല്ലാം തിന്നുകുടിച്ച് നശിപ്പിച്ച് പന്നികളുടെ കൂടെ പന്നികളെ തീറ്റുന്ന ജോലിയും ചെയ്ത് അതിന്റെ സ്മെല്ലും അടിച്ച് അങ്ങനെ അവന്റെ വസ്ത്രമെല്ലാം ആ മുഷിഞ്ഞവനായി ഒന്നുമില്ലാത്തവനായിട്ട് മടങ്ങി വരുന്ന ഒരുത്തനെ നമ്മൾ കാണുന്നുണ്ട്, പ്രോഡിഗൽ സൺ. എന്നാൽ അവന്റെ അപ്പൻ ദൂരത്ത് നിന്ന് തന്നെ അവനെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത ശേഷം ബാല്യക്കാരോട് പറഞ്ഞത് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവനെ മേൽത്തരമായ അങ്കി ധരിപ്പിക്കുകയും. സ്തോത്രം. അത് നമ്മുടെ കർത്താവ് പറഞ്ഞ ആ ചരിത്രം, ആ ദൈവത്തിന് നമ്മോടുള്ള ആ സ്നേഹത്തെ, കരുണയെ കാണിക്കുന്നതായ ഒന്നിനാണ് യേശു പറഞ്ഞത്. കർത്താവ് തന്നെ വസ്ത്രത്തെക്കുറിച്ച് ധാരാളം ഇടങ്ങളിൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിന്റെ ഫലമായി നമ്മളുടെ ആ ദൈവം നൽകിയ നീതിയുടെയും വിശുദ്ധിയുടെയും അങ്കിയെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ലജ്ജിതരായി തീർന്ന സ്ഥാനത്ത്, നഗ്നരായി തീർന്ന സ്ഥാനത്ത് നമ്മെ രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും ധരിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി.
യേശുവിനെ നോക്കുക. യേശു എന്ത് ത്യാഗമാണ് അതിനായി സഹിച്ചത്. ആ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ചിലത് ധരിക്കണം. സ്തോത്രം. അവിടെ ആദ്യം തന്നെ പറയുക, ദൈവത്തിന്റെ വൃതന്മാരും. വൃതന്മാരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നമ്മൾ കേട്ടല്ലോ. അവിടെ therefore as the elect of God, ദൈവത്തിന്റെ വൃതന്മാർ എന്ന് പറഞ്ഞാൽ എലക്ട് ഓഫ് ഗോഡ്, ദൈവം തെരഞ്ഞെടുത്തവർ. സെലക്ടഡ് ബൈ ഗോഡ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. എന്തിനു വേണ്ടിയാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടത്? മറ്റു ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ എഫേസ്യ ലേഖനം 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. സോ God selected us, chosen us for what? To become holy and blameless. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. Therefore, as the elect of God, holy and beloved, വിശുദ്ധന്മാരും പ്രിയരുമായവരെ നമ്മെ ദൈവം വിശുദ്ധന്മാരാക്കി. അതാണ് ആ വാക്കിന്റെ അർത്ഥം. സെറ്റ് അപ്പാർട്ട്, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാക്കി ദൈവം നമ്മെ മാറ്റി. നാം ദൈവത്തിന് പ്രിയരാണ്, ബിലവഡ്. ആ വാക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് ദൈവം പറഞ്ഞ ഒരു വേർഡാണത്. ഈവൻ എന്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. നമ്മുടെ കർത്താവിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വേർഡ് തന്നെയാണ് ഇവിടെയും ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു ഗദരദേശത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ വിഷയം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ വസ്ത്രം ധരിക്കാതെ സമൂഹത്തിനൊരു ഭാരമായി, ആ ഒരു ചങ്ങല കൊണ്ടും അവനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു. യേശു അവനെ തേടി ആ ഗദരദേശത്തേക്ക് കടന്നു ചെന്നു. യേശു അവനെ സൗഖ്യമാക്കിയ വിഷയം നമുക്കറിയാം, ഞാനത് വിവരിക്കുന്നില്ല. അവിടുത്തെ ആളുകൾ, ഗ്രാമവാസികൾ വന്നപ്പോൾ അവർ കണ്ടതെന്താണ്? വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ കണ്ടത്. സ്തോത്രം. ഇവന് ആരാണ് ഈ വസ്ത്രം കൊടുത്തത്? അവന് വസ്ത്രമില്ലായിരുന്നല്ലോ. അവൻ ശവക്കല്ലറയിലാണ് പാർക്കുന്നത്. യേശുവിനോടുകൂടെ തന്റെ ശിഷ്യന്മാരുണ്ടായിരിക്കാം. അപ്പം യേശു ഇവന് വേണ്ടി വസ്ത്രവും കരുതിയിരുന്നുവോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പൈശാചികമായ ബന്ധനങ്ങളിൽ കുടുങ്ങി പാപത്തിൽ അകപ്പെട്ട് ലജ്ജിതരായി ആ ദൈവം തന്ന ആ വിശുദ്ധിയുടെ അങ്കി നഷ്ടപ്പെട്ടവരായി തീർന്ന നമ്മെ നമ്മുടെ കർത്താവ് വിടുവിച്ച് സുബോധമുള്ളവരാക്കി നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്തപ്പോൾ ദൈവം നമുക്ക് അവന്റെ രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും തന്ന് നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. സ്തോത്രം. ആ നമ്മോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വൃതന്മാരെ, ഞാൻ സെലക്ട് ചെയ്ത, ഞാൻ തെരഞ്ഞെടുത്ത, ഞാൻ പ്രിയപ്പെടുന്ന എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചില കാര്യങ്ങൾ ധരിക്കണം. എന്താണത്? പുട്ട് ഓൺ ടെൻഡർ മേഴ്സീസ്, കൈൻഡ്നസ്, ഹ്യൂമിലിറ്റി, മീക്ക്നെസ് ആൻഡ് ലോങ് സഫറിംഗ്. അതാണ് നമ്മൾ വായിക്കുന്നത്. പുട്ട് ഓൺ ടെൻഡർ മേഴ്സി, ക്ലോത്ത് യുവർസെൽഫ് വിത്ത് കമ്പാഷൻ. ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മൾ അവിടെ വായിക്കുന്നതായ കാര്യം. മനസ്സലിവെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ പല കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ, അയ്യോ, ഒരു മനസ്സലിവുമില്ലാത്ത മനുഷ്യരാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. സഹായമറ്റവരോട്, ബലഹീനരോട് വളരെ ക്രൂരമായി പെരുമാറുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നി.
യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തതിനെ കുറിച്ച് നാം സുവിശേഷങ്ങളിൽ പഠിക്കുന്നു. അതെല്ലാം എന്തുകൊണ്ടാണ് ചെയ്തത്? വാട്ട് മോട്ടിവേറ്റ് ജീസസ് ടു ഡു മിറക്കിൾസ്, ഹീൽ ദ സിക്ക്? ദ മോട്ടിവേഷൻ വാസ് കമ്പാഷൻ. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ആ മനസ്സലിവ് കൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവം നമ്മോട് മനസ്സലിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ മനസ്സലിവ് നമ്മളും മറ്റുള്ളവരോട് കാണിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വെറുപ്പിനെ ഇല്ലാതാക്കുവാനുള്ള ഏറ്റവും വലിയ വെപ്പണാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. കമ്പാഷൻ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വെപ്പൺ ടു ഡിസ്ട്രോയ് ഹേറ്റഡ്നെസ്. വെറുപ്പിനെ നമുക്ക് കമ്പാഷനിലൂടെ നശിപ്പിക്കുവാനായിട്ട് കഴിയും എന്ന് നാം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ കാണുവാൻ കഴിയും. നോക്കുക, നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ മദർ തെരേസ കൽക്കട്ടയിലെ തെരുവുകളിലേക്ക് കടന്നു എന്ന് ആ അമ്മമാർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അനാഥ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുവാൻ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതായ സംഗതി എന്താണ്? കമ്പാഷൻ, മനസ്സലിവ്. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പുട്ട് ഓൺ കമ്പാഷൻ, മനസ്സലിവ് ധരിക്കുക. പിന്നെ സ്തോത്രം, ദയയുള്ളവരാകുക. ദയ, സ്തോത്രം. ബി കൈൻഡ് ടു വൺ അനദർ. എഫേസ്യ ലേഖനം 4:32 നാം വായിക്കുന്നുണ്ട്, അന്യോന്യം മനസ്സലിവുള്ളവരാകുക. പുട്ട് ഓൺ ഹ്യൂമിലിറ്റി, താഴ്മ ധരിക്കുക എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. താഴ്മ ധരിക്കുന്നവരായിരിക്കുക. കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിച്ചാൽ കപടമായി താഴ്മ കാണിക്കുന്ന ചിലരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും ഞാനത് വായിച്ചു. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. 23-ാം വാക്യം, അതൊക്കെയും സ്വച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേരു മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ കൊലോസ്യ സഭയിൽ വ്യാജമായിട്ട് താഴ്മ നടിക്കുന്ന ചിലരുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രയോജനമില്ല. വി കനോട്ട് മാനുഫാക്ചർ ഹ്യൂമിലിറ്റി. നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ഒക്കുന്നതല്ല ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം കൃപയാൽ നമുക്കത് നൽകേണ്ടതാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് തന്നെ നമ്മൾ ജ്ഞാനികളായി തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ഹ്യൂമിലിറ്റി കാണിക്കുവാൻ സാധിക്കത്തില്ല എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിൽ പ്രത്യേകം അനേക വാണികൾ പറയുന്നുണ്ട്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് എന്നുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, നിങ്ങൾക്ക് പലതും അറിയാമല്ലോ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകട്ടെ. താഴെ അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്ന എന്താണ്? അടുത്തതായിട്ട് നിങ്ങൾ താഴ്മ, സൗമ്യതയുള്ളവരായി. എന്താണ് സൗമ്യത എന്ന് പറയുന്നത്? പുട്ട് ഓൺ ഹിസ് മീക്ക്നെസ്. താഴ്മ, അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, താഴ്മ എന്ന് പറയുന്നത് മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. നമുക്ക് കഴിവില്ലായ്മയല്ല, നമുക്ക് ശക്തിയില്ലായ്മയല്ല, മറിച്ച് മീക്ക്നെസ്സിന് വേറൊരു പ്രത്യേകതയുണ്ട്. പ്രധാനമായിട്ടും മീക്ക്നെസ് എന്ന് പറയുമ്പോൾ 2 വ്യക്തികളെയാണ് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ജീസസ്, വേറൊന്ന് മോസസ്. ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വെച്ച് മോശ അതിസൗമ്യനായിരുന്നു എന്ന് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയ്ക്ക് കഴിവില്ലാത്ത ആളൊന്നും അല്ലായിരുന്നു. ഫറവോന്റെ മുമ്പിൽ പോലും പോയി നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ജനത്തെ വിട്ടയക്കുക എന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞവനാണ് അവൻ. എന്നാൽ അവനെതിരെ പലതും സംസാരിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാതെ കേട്ട ലക്ഷണം കാണിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അതുതന്നെയാണ് നമ്മൾ വായിക്കുന്നത്. വിസ്തരിക്കുന്ന ആളുകൾ പോലും അതിശയിച്ചു പോയി. ഇത്രയും കാര്യങ്ങൾ നിനക്കെതിരായിട്ട് പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടുന്നില്ലേ എന്നാ പറഞ്ഞത്. യേശുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, യേശുവിന്റെ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവിടെ നമ്മൾ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, സ്ട്രോങ്, നമ്മുടെ കർത്താവ്
മീക്ക്നെസ് ഈസ് ഇൻക്രെഡിബിൾ സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. വളരെ ശക്തിയുണ്ടെങ്കിലും അത് നിയന്ത്രണാതീതമാണ്. ഉദാഹരണമായിട്ടൊരു കുതിരയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അതിന്റെ മസിലിന്റെ ബലവും കാലിന്റെ ബലവുമൊക്കെ അങ്ങനെ അതിനെ അങ്ങ് വിടുകയാണെങ്കിൽ അതിന് ഭയങ്കര പ്രശ്നമാ. അതിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അതിന് കടിഞ്ഞാണും മുഖപ്പട്ടയും ഇട്ട് അതിനെ നിയന്ത്രിക്കുമ്പോൾ അത് യജമാനന്റെ കൺട്രോളിലായിട്ട് അതിന്റെ ശക്തിയും അതിന്റെ മസിൽ ബലവുമൊക്കെ നന്മയ്ക്കായിട്ട് പ്രയോജനകരമായി തീരുവാനിടയായിത്തീരും. We are also under the control of our Master Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന യജമാനന്റെ അണ്ടറിലാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ കഴിവുകൾ നമ്മൾ അത് ദുരുപയോഗം ചെയ്യാതെ നാം സൗമ്യതയോടെ ഉപയോഗിക്കണമെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന നമ്മുടെ കർത്താവ് സാധാരണ ശിശുക്കളെ പൊതിയുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മൃദുവർദ്ധരമായ ആ ലിനൻ എന്നിൽ പൊതിഞ്ഞ് ആ പശുത്തൊട്ടിയിൽ അവനെ കിടത്തി. അവൻ കടമെടുത്ത കുതിരയുടെ പുറത്ത് കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ആ കർത്താവായ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി സ്വന്തം തോളിൽ തലചായിച്ച് യാഗമായി തീർന്നത് കർത്താവിന്റെ ആ താഴ്മയെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുയേശുവിലുള്ള ആ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. മീക്ക്നെസ് ഡസ് നോട്ട് റൺ പീപ്പിൾ ഓവർ. നമ്മുടെ ജീവിതത്തിലെ ആ കഴിവുകൾ നമ്മളിൽ തന്നെ ആശ്രയിച്ച് നമ്മൾ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനും നിന്ദിക്കുവാനും ഉപയോഗിക്കുന്നതല്ല. താഴ്മയുള്ളവർ അവരുടെ കഴിവുകളെ കൺട്രോളിലാക്കി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ വേഗം മുമ്പോട്ട് പോയിട്ട് അവസാനിപ്പിക്കാം. താഴെ നമ്മൾ വായിക്കുന്നല്ലോ, ദീർഘക്ഷമ ധരിച്ചുകൊണ്ട്, സൗമ്യതയും ദീർഘക്ഷമ ധരിച്ചുകൊണ്ട്. ദീർഘക്ഷമ എന്ന് പറയാൻ ലോങ് സഫറിങ്. നമ്മെ തന്നെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, ധാരാളം വാക്കുകളുണ്ട്. അതിന് തക്കവണ്ണം നമ്മൾ മറുപടി പറയുവാണെങ്കിൽ ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കപ്പെടും, അത് നഷ്ടപ്പെട്ടു പോയും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ലോങ് ടെമ്പറായിട്ട് ക്ഷമിക്കുന്നവരായിരുന്നാൽ നമുക്ക് അവിടെ നിന്നും ജയമെടുക്കുവാൻ കഴിയുമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ ധരിച്ചു കൊള്ളണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. പുട്ട് ഓൺ ഫോർഗീവ്നെസ്. അന്യോന്യം പൊറുക്കണം. ഒരുവന് വഴക്കുണ്ടായാൽ ക്ഷമിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഫോർഗീവിംഗ് വൺ അനദർ. ദൈവം നമ്മളോട് എങ്ങനെ ക്ഷമിച്ചു? ഹൗ ഡിഡ് ഗോഡ് ഫോർഗീവ് us? He forgave us unconditionally and freely. He didn't say, I will forgive but I will not forget. ഞാൻ ക്ഷമിക്കാം പക്ഷെ ഞാൻ മറക്കത്തില്ലെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. നമ്മളോട് ക്ഷമിച്ച കർത്താവ് നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളയുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചില ബോർഡുകൾ നമ്മൾ കാണാറുണ്ടല്ലോ, ഫിഷിംഗ് നോ മോർ. ഇവിടെ ഒന്നും ഫിഷ് ചെയ്യാൻ അനുവാദമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ കടലിന്റെ ആഴങ്ങളിലേക്കിട്ട പാപങ്ങളെ വീണ്ടും അത് പിടിച്ചെടുക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളും അതുപോലെ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം എന്നാണ് ഓർപ്പിച്ചതിന്റെ സാരം. പുട്ട് ഓൺ ഹിസ് ലവ്. അതാണ് നമുക്ക് താഴെ കാണുവാൻ കഴിയുന്നത്. എല്ലാറ്റിലും സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അത് വേറൊരു വസ്ത്രമല്ല. എല്ലാത്തിന്റെയും മുകളിൽ കൺട്രോൾ ചെയ്യുന്നത് ആ ദൈവത്തിന്റെ സ്നേഹമായിരിക്കണം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നാം ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നാം ധരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴുവാൻ ഇടയാകുമെന്ന് ദൈവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ സ്വഭാവങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ യേശുവിന്റെ സ്വഭാവമാണിതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ, വീണ്ടും ജനിച്ച നമ്മൾ കർത്താവായ യേശുവിനെ ധരിക്കണം. സർവായുധവർഗം ധരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ സർവായുധവർഗങ്ങളെല്ലാം യേശുവിന്റെ സ്വഭാവമാണ്.
സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മാവിന്റെ ഫലങ്ങളും ദൈവത്തിന്റെ സ്വഭാവമാണ്. രക്ഷയുടെ വസ്ത്രം, സത്യം എന്ന ബെൽറ്റ് കെട്ടുക, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക, സമാധാന സുവിശേഷം, സത്യം, രക്ഷ, വിശ്വാസം എല്ലാം നമ്മൾ പഠിച്ചാൽ യേശുവിന്റെ സ്വഭാവങ്ങളാണ്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ കാണേണ്ടത് കർത്താവിനെ ധരിക്കുന്നവരായിരിക്കണം, കർത്താവിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം. അതിൽ നമ്മുടെ ഹൃദയം സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനിടയാകും. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഷെയർ ചെയ്ത ഒരു കാര്യവുമായി ഇത് വളരെ ബന്ധപ്പെട്ടതാണ്. ലെറ്റ് ദ പീസ് ഓഫ് ഗോഡ് റൂൾ ഇൻ യുവർ ഹാർട്ട്. നമ്മളുടെ പ്രതികൂല സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും ആൻസൈറ്റി ഉള്ളവരായി മാറും. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതായ ഒരു അനുഭവത്തെയാണ് വായിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തു ചെയ്യണം, എന്തു പറയണമെന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മളിൽ വാഴുന്നതെങ്കിൽ, റൂൾ ചെയ്യുന്നതെങ്കിൽ, ക്രിസ്തുവിന്റെ ആ ഡിസിഷൻ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് സമാധാനത്തോടെ കഴിയുവാനിടയായി. ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞ ആ ഉദാഹരണം ഇന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. പലരും ഇന്നലെയില്ലായിരുന്നല്ലോ. നമ്മൾ പ്ലെയിനിൽ പോകുമ്പോൾ ടർബുലൻസ്, വലിയ കൊടുങ്കാറ്റുകൾ നമ്മുടെ പ്ലെയിനിനെ അടിക്കുന്ന ചില സന്ദർഭങ്ങളിലും അനുഭവിക്കാറുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒരു പ്ലെയിനിൽ ഇങ്ങനെ ദീർഘനേരം യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ക്യാപ്റ്റൻ പറയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്, വി ആർ ഗോയിങ് ടു ഫേസ് എ ടർബുലന്റ് അഹെഡ്. നമ്മൾ ഇനി ഒരു വലിയ കൊടുങ്കാറ്റിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് കെട്ടണം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ കെട്ടി. അധികം താമസിക്കാതെ പ്ലെയിനെതിരായിട്ട് കാറ്റടിക്കുവാൻ തുടങ്ങി. ഈ പ്ലെയിന് ആടുന്നു, ഉലയുന്നു, ഇത് മറിയും, ഇത് തകരുമെന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും ഭീരുക്കളായി ഭയത്തിൽ കഴിയുകയാണ്. ആ മനുഷ്യന്റെ അടുത്തിരുന്ന അയാളെ ശ്രദ്ധിച്ചപ്പോൾ ഒരു പെൺകുട്ടി, അവളൊന്നും അനങ്ങാതെ ശാന്തമായിട്ടിരിക്കുന്നു. അപ്പം അയാൾ ചോദിച്ചു, ഈ കാറ്റൊക്കെ ശാന്തമായി നോർമലായി കഴിഞ്ഞപ്പം ഇയാൾക്കൊരു ഭയങ്കര ആഗ്രഹം ഈ കൊച്ചിനോട് സംസാരിക്കണം. അവളോട് ചോദിച്ചു, എന്താ ഇതിന്റെയൊക്കെ മുമ്പിൽ നീ ശാന്തമായിരുന്നത്? അപ്പം അവള് ശാന്തമായിട്ട് പറഞ്ഞു, മൈ ഡാഡി ഈസ് ദാറ്റ് പൈലറ്റ്. എന്റെ ഡാഡിയാണ് ആ പ്ലെയിൻ പറപ്പിക്കുന്നത്. അദ്ദേഹം ആ കോക്പിറ്റിലുണ്ട്, ആ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹമുണ്ട്. എന്നെ വീട്ടിലെത്തിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പതറിപ്പോകാതിരിക്കണമെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമായി നമ്മെ സാഹചര്യങ്ങൾ വലിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഭാരപ്പെടുമ്പോൾ സമാധാനമായിരിക്കണമെങ്കിൽ നമ്മെ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുവാനിടയാകണം. എന്റെ ഡാഡിയാണ് ഈ പ്ലെയിൻ പറപ്പിക്കുന്നത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്റെ ദൈവമാണ്. അവനറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ധൈര്യമായിരിക്കാനിടയാകും. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനിടയാകട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് ഐക്യത കാണുവാൻ കഴിയും, നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഐക്യത കാണുവാൻ കഴിയും. താഴോട്ട് ഞാൻ വായിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധ ഉപദേശിച്ചുകൊണ്ട് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കുവാനിടയാണ്. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്. ഈ പുതിയ വർഷത്തിൽ നമ്മൾ സഭയായിട്ട് ക്രമമായി ദൈവവചനം പഠിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ അത് ചെയ്തു വരികയാണല്ലോ. ഈ ദൈവവചനം നമ്മൾ വായിക്കുക മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനിടയാകണം, അത് നമ്മെ കൺട്രോൾ ചെയ്യുവാനിടയാകണം. അപ്പൊ നമ്മുടെ ജീവിതം ആകമാനം വ്യത്യാസം വരും. നമ്മുടെ ആരാധനയിൽ
ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ദൈവവചനത്തിനായിരിക്കണം. The important place in our worship must be the word of God. ദൈവവചനം ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കുവാനിടയാകണം. നന്ദിയോടെ നമ്മൾ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുന്നവരായിരിക്കണം. നമ്മൾ പാട്ടുപാടുന്നത് ദൈവത്തിനു വേണ്ടി പാടുന്നവരായി മാത്രമല്ല, ദൈവത്തെ പാടുന്നവരായി. നമ്മുടെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ് അതെല്ലാം പാടുന്നത്? ദൈവത്തെയാണ് നമ്മൾ പാടുന്നത്. ദൈവത്തിനു വേണ്ടി പാടുകയല്ല, നമ്മൾ പാട്ടിലൂടെ ദൈവത്തെ പാടുകയാണ്. ദൈവമാരാണ്, ദൈവം എന്ത് ചെയ്തു, അത് പാടി നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. കൊണ്ടിരിപ്പീൻ. എല്ലാറ്റിനും വേണ്ടി എല്ലാം നമ്മൾ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി ആയിരിക്കണം. ഞാൻ ചെയ്യുന്നത് യേശുവിന് വേണ്ടിയാണ്. അങ്ങനെ നാം യേശുവിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിലും നമുക്ക് സന്തോഷം കണ്ടെത്തുവാനിടയായിത്തീരും. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ ക്രിസ്തുവിന്റെ ആ സ്വഭാവം നമ്മൾ ധരിച്ചവരായി യേശുവിനെ പോലെ നമ്മൾ ആകണമെന്നാണ്. ഇല്ല എങ്കിൽ എന്തു പറ്റും? നാം ആ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ ധനവാൻ, സമ്പന്നൻ, ഒന്നിനും കുറവില്ലാത്തവനെന്ന് അവര് പറയുമ്പോൾ ദൈവം അവരെക്കുറിച്ച് പറയുന്നത് നീ അരിഷ്ടനും ദരിദ്രനും നഗ്നനും കുരുടനുമായിരിക്കുന്നു എന്നാണ്. ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വായിച്ച ഒരു കാര്യം ഓർക്കുകയുണ്ടായി. നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും. ഫെയറി ടെയിൽ റിട്ടൺ ബൈ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുവാനിടയായത്. നമുക്കതിന്റെ സ്റ്റോറിയൊക്കെ അറിയാം, പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയത്തില്ല. ഒരു ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് രണ്ടുപേര് ഒരു വലിയ പ്ലാൻ ഒരുക്കിയത്. അവർക്ക് രാജാവിന്റെ ചക്രവർത്തിയുടെ പ്രീതി നേടാനായിട്ട് അവര് ചെയ്തൊരു തന്ത്രമാണ്. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങള് ഏറ്റവും നേർമയുള്ളതും വിലയേറിയതുമായ ഒരു വസ്ത്രം അങ്ങയ്ക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജാവിന് ഭയങ്കര സന്തോഷമായി. അത് കൊള്ളാം. അവര് ദിവസങ്ങളെടുത്ത് നാളുകളെടുത്ത് അത് അവര് തയ്യാറാക്കി. രാജാവ് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവര് ഒരു ആങ്കറിൽ ആ വസ്ത്രം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം രാജാവ് പറഞ്ഞു, ഈ ആങ്കറിൽ ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. രാജാവ്, ഇത് ഭയങ്കര നർമ്മയുള്ളതാണ്, ഇതാർക്കും കാണാനൊന്നും പറ്റത്തില്ല, അത്ര കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാണ് ഇവർ കൊടുക്കുന്നത്. രാജാവ് അത് ബ്ലൈൻഡ്ലി അങ്ങ് വിശ്വസിച്ചു. അദ്ദേഹം ഇവര് തന്നെ ആ വസ്ത്രം ഉടുപ്പിച്ചു. ഒരു വലിയ പ്രൊസഷൻ തീരുമാനിച്ചു. രാജാവ് ഈ വലിയ വിലയേറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ അയാൾ ഇങ്ങനെ എഴുന്നള്ളുന്നതിന് വേണ്ടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. വലിയൊരു കൂട്ടം ആളുകൾ രണ്ട് സൈഡിൽ നിൽക്കുകയാണ് രാജാവ് പോകുന്നത് കാണാൻ. ആർക്കും ഒന്നും പറയാൻ വയ്യ, രാജാവല്ലേ, എന്തു പറയാനാണ്. പക്ഷേ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, ഈ പിള്ള മനസ്സിൽ കളമില്ലെന്നല്ലേ പറയുന്നത്, അയ്യോ ഹീസ് നേക്കഡ്, ഒന്നും ധരിച്ചിട്ടില്ലല്ലോ എന്ന് ആ കൊച്ചങ്ങ് വിളിച്ചു പറഞ്ഞു. അവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ചിലത് നമ്മൾ ഉപേക്ഷിക്കണം. എന്താ ഉപേക്ഷിക്കേണ്ടത്? ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്, അപ്പോൾ നമ്മൾ ഈ വസ്ത്രം ധരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ധരിച്ചിരിക്കുന്ന പഴയ വസ്ത്രം ഉരിഞ്ഞു കളയണം. പുട്ട് ഓഫ് ദ ഓൾഡ് നേച്ചർ, then put on the new garments, new clothes. അതാണ് നാം ദൈവത്തിൽ വായിക്കുന്നത്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ പഴയ വസ്ത്രം, പഴയ സ്വഭാവം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. അതിനുശേഷം നമ്മൾ ധരിക്കേണ്ടത് ഈ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ പുതിയ വസ്ത്രമാണ്. അതാണ് അവർ ക്രിസ്ത്യൻ ഡ്രസ് കോഡ്. അത് നമ്മൾ ധരിക്കാതിരുന്നാൽ ആ രാജാവിനെ പറ്റിച്ചതുപോലെ നമ്മെയും ശത്രു പറ്റിക്കും. നമ്മൾ നഗ്നരായി, ആത്മീയ വസ്ത്രമില്ലാത്തവരായി, നാം ലജ്ജിതരായി നടക്കേണ്ടി വരുമെന്ന് നാം മറന്നു പോകരുത്. ആകയാൽ ഇന്ന് നാം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്റെ പഴയ വസ്ത്രം ഞാൻ ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? എന്റെ പഴയ സ്വഭാവം ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ?
അതിനുശേഷം ഞാൻ വെറുതെ നടക്കുകയാണോ? അതോ ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ധരിക്കേണ്ടതിനെയെല്ലാം ധരിച്ചിട്ടുണ്ടോ? മനസ്സലിവ്, ദയ, സൗമ്യത, താഴ്മ, ദീർഘക്ഷമ, സ്നേഹം എന്നിവ ധരിച്ച് അതാണോ എന്നെ വാഴുന്നത്? ആ സമാധാനം എന്റെ ജീവിതത്തിൽ വാഴുന്നുണ്ടോ എന്ന് നാം സ്വയപരിശോധന ചെയ്യണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ ധരിച്ചവരായി ലോകം നമ്മെ കാണുമ്പോൾ കർത്താവിനെ ധരിച്ചവരായി കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഈ നല്ല സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു കാലത്ത് ഞങ്ങൾ ആദമിനെ പോലെയും അവയെ പോലെയും ആ അത്തിയില തുന്നി വസ്ത്രം ധരിച്ച് നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചവരാണ്. എന്നാൽ ഞങ്ങളെ കൊല്ലാതെ, ഞങ്ങളെ നീ ആക്ഷേപിക്കാതെ, അവിടുന്ന് ആദമിനും അവയ്ക്കും തോലുകൊണ്ട് വസ്ത്രം കൊടുത്തതുപോലെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ആ നസ്രയത്തിലെ തച്ചൻ നെയ്തെടുത്ത് തന്നതായ ആ രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും ധരിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ആ ക്രിസ്തുവിന്റെ സ്വഭാവം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൃപ തരുമാറാകണം. ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് നീ ക്ഷമിക്കുമാറാകണം കർത്താവേ. ലവോദിക്യ സഭയെ പോലെ ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും നഗ്നരായി, കുരുടരായി, അരിഷ്ടരായി തീർന്നിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. വരുന്ന ദിവസങ്ങളിൽ ആ രക്ഷാവസ്ത്രം നീതിയുടെ അങ്കിയും ധരിച്ച് ദൈവ സ്വഭാവം ധരിച്ചവരായി ദൈവിക സമാധാനമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.